അപ്പോൾ ഇതാണ് ഗൈസ് S22 പ്ലസിലെടുത്തൊരു പോർട്രേറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞത്. Hey guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചോദിച്ചത് S22 ആണ്. പക്ഷെ ഞാൻ ഒരു S22 പ്ലസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പുറത്തു നിന്നൊരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ചൂടാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന സ്ഥലം പോലും കര കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സ്ഥിരം കാണിക്കുന്ന സ്ഥലങ്ങളിലൊന്നും പോയി വീഡിയോ എടുക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഫുള്ള് ഉത്സവങ്ങളാണ് ഗൈസ്. ഫുള്ള് സ്പീക്കേഴ്സും കാര്യങ്ങളാണ്. അതുകൊണ്ട് ശാന്തമായിട്ടൊരു സ്ഥലം ഇതേ ഉള്ളൂ. ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കാനുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സാംസങ് ഗാലക്സി S22 പ്ലസിന്റെ വീഡിയോ എടുക്കുക. ഇതാണ് നമ്മുടെ S22 പ്ലസ് എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ. നല്ല ചൂട് സമയമാണ്, അത്യാവശ്യം വലിയ ഫോണാണ്. ബട്ട് ആ ഒരു വലിപ്പത്തിനനുസരിച്ചുള്ള വെയിറ്റ് കാര്യങ്ങളില്ല ഗൈസ്. വെയിറ്റ് നല്ല കുറവുണ്ട്. അതുപോലെ തന്നെ ഇതിനെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഡിസ്പ്ലേ ആണ്. അപ്പം ഡിസ്പ്ലേ നിങ്ങൾക്ക് ഈ ഒരു ചൂടത്തും ഈ ഫുൾ ബ്രൈറ്റ്നസ് ഇടുമ്പോൾ ഇത്രയോളം ബ്രൈറ്ററാണ് ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ബാക്കി ഇതിനകത്തുള്ള ബാക്കി കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല. വേണമെങ്കിൽ ഫുൾ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. നമുക്ക് ഇതിന്റെ ക്യാമറ സെറ്റിംഗ്സ് ആൻഡ് ഫീച്ചേഴ്സിലോട്ട് തന്നെ പോയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്യാമറ ഓപ്പൺ ആക്കുക. ക്യാമറ ഓപ്പൺ ആക്കുമ്പോൾ സ്ലിപ്പർ ചെയ്യണം കേട്ടോ ഫോൺ. നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് QR കോഡ് സ്കാനിങ് അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ വാട്ടർമാർക്ക് ആഡ് ചെയ്തിടാൻ പറ്റും. സേവ് സെൽഫിയസ് പ്രിവ്യൂ എന്ന് പറഞ്ഞ സാധനം ഓൺ ആക്കി ഇടാൻ പറ്റും. ഓട്ടോ FPS നമുക്ക് വീഡിയോ മോഡ് ആക്കുന്ന സമയത്ത് നമുക്ക് ഓൺ ആക്കാൻ പറ്റും. വീഡിയോ സ്റ്റെബിലൈസേഷൻ നമുക്ക് ഓൺ ആക്കി ഇടാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അത് എൻ്റെ മുമ്പത്തെ സാംസങ്ങിൻ്റെ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ S23 ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വീഡിയോ വലുതാക്കണ്ട, കുറച്ച് ചെറുതാക്കണം. അതുകൊണ്ട് നമുക്ക് നേരെ ക്വാളിറ്റിയിലോട്ട് തന്നെ പോകും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആസ്പെക്ട് റേഷ്യോ 9:16 ആക്കണം. പോർട്രേറ്റിൽ നമുക്ക് 1x എടുക്കാൻ പറ്റും, 3x എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫോട്ടോ മോഡാണ്. അത് കഴിഞ്ഞ് വീഡിയോ മോഡാണ്. വീഡിയോ മോഡിൽ നമുക്ക് ഏതൊക്കെ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ HD ഉണ്ട്, ഫുൾ HD ഉണ്ട്, 4K ഉണ്ട്, 8K ഉണ്ട്. 8K നമുക്ക് 24 FPS വരെ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പുതിയ S24 നമുക്ക് 30 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. ഇതിൽ 8K 24 നിങ്ങൾക്ക് 8K എടുത്ത് ഒരിടത്ത് കാണിക്കാൻ പറ്റാത്തിടത്തോളം നിങ്ങൾ 8K എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 4K 60 തന്നെ ഇട്ടേക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മോറിൽ പോകുന്ന സമയത്ത് മോറിനകത്ത് എക്സ്പേർട്ട് റോ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പേർട്ട് റോയിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റോ ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോസ് ഉടനെ ചെയ്യാം. പിന്നെ പ്രോ മോഡ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള പ്രോ സീരീസിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ചെയ്യാം. പ്രോ വീഡിയോ ഉണ്ട്. പ്രോ വീഡിയോ ഒരു അന്യായ സാധനമാണ് ഗൈസ്. നമുക്ക് പ്രോ വീഡിയോയിൽ വീഡിയോ ചെയ്യണ ഒരു വീഡിയോ ഇടാം. നൈറ്റ് മോഡുണ്ട്, ഫുഡ് മോഡുണ്ട്, പാനോരമ ഉണ്ട്, സ്ലോ മോഷൻ ഉണ്ട്, സൂപ്പർ സ്ലോമോ ഉണ്ട്, ഹൈപ്പർ ലാപ്സ് ഉണ്ട്, പോർട്രേറ്റ് വീഡിയോ ഉണ്ട്, ഡയറക്ടേഴ്സ് വ്യൂ ഉണ്ട്, സിംഗിൾ ടേക്ക് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് സൂപ്പർ സ്ലോ മോഷൻ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വീഡിയോ എടുത്താലോ സൂപ്പർ സ്ലോ മോഷൻ. നമുക്ക് ഇവിടെ മോഷൻ ഡിറ്റക്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഫ്ലാഷ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഒരു സൂപ്പർ സ്ലോ മോഷൻ എടുക്കാമേ. ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ S22 പ്ലസിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു സൂപ്പർ സ്ലോ മോഷൻ വീഡിയോ ആണ്. അത് എടുക്കാനായിട്ട് ഒരു 5-6 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. 5-6 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ വീഡിയോ സ്റ്റോപ്പ് ആവും. ഈ കാണുന്ന വീഡിയോ ആണ് നിങ്ങൾ S22 പ്ലസിൽ റെക്കോർഡ് ചെയ്ത സൂപ്പർ സ്ലോ മോഷൻ വീഡിയോ. അത്യാവശ്യം നൈസാണ്. ക്വാളിറ്റി വലുതായിട്ട് പിരിഞ്ഞിട്ടില്ല. സൂം ചെയ്ത് നോക്കുമ്പോൾ ഉള്ളൊരു പിരിവേ തോന്നുന്നുള്ളൂ. സൂപ്പർ സ്ലോ മോഷനൊന്നും ആരും എടുക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല ഗൈസ്. നമുക്ക് മോഷൻ ഡിറ്റക്റ്റിൽ സൂപ്പർ സ്ലോ മോ എടുക്കുന്നതായിരിക്കും നല്ലത്. ദെൻ നമുക്ക് മോറിൽ പോയതിനു ശേഷം സ്ലോ മോഷൻ വീഡിയോ എടുക്കാം. സ്ലോ മോഷനിൽ നമുക്ക് ക്യാമറ സ്വിച്ചിങ് കാര്യങ്ങളൊന്നുമില്ല. സ്ലോ മോഷൻ വീഡിയോ നമുക്ക് ഇവിടെ ഈ ഒരു വെള്ളച്ചാട്ടം നമുക്ക് സ്ലോ മോഷനിൽ എടുത്താൽ. ഇപ്പോൾ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ S22 പ്ലസിൽ സ്ലോ മോഷനിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് സ്റ്റോപ്പ് ചെയ്തു. ഷട്ടർ ലാഗ് ഇല്ല. 1 UI 6 ഷട്ടർ ലാഗൊന്നുമില്ല. വീഡിയോ ഇതാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമുക്ക് മോറിനകത്ത് എന്തൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് മോറിനകത്ത് ഡയറക്ടേഴ്സ് വ്യൂ ഉണ്ടല്ലോ. ഡയറക്ടേഴ്സ് വ്യൂവിൽ ഒന്ന് വ്ലോഗ് അടിച്ച് നോക്കിയാലോ. എടുക്കുക. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് വ്യൂ എന്ന് പറഞ്ഞൊരു സാധനത്തിലാണ്. അതായത് ഫ്രണ്ട് ക്യാമറയിൽ എനിക്ക് എന്നെ കാണാം. എനിക്ക് അതുപോലെ തന്നെ സ്ക്രീനിൽ കൂടെ ബാക്ക് ക്യാമറയിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യണം എന്നുള്ള കാണാം. നിങ്ങൾക്കും കാണാൻ പറ്റും. ഇത് നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടമാണ് ഗൈസ്. ഇവിടെയൊക്കെ ഇപ്പം വെള്ളം കുറവാണ്. ഇങ്ങനെ പോണ സമയത്ത് ഇവിടെയൊക്കെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നതാണ്. ഞാൻ നമ്മുടെ മഴ സമയത്ത് ഞാൻ ഇനി അടുത്ത് കൊണ്ടുവന്നല്ലേ. നമ്മുടെ മഴ സമയത്ത് ഞാൻ ഒരിക്കൽ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഇപ്പം ഈ ക്വാളിറ്റി നോക്കിയാൽ S22 പ്ലസിൽ റെക്കോർഡ് ചെയ്യാനാണ് കേട്ടോ. ഡയറക്ടേഴ്സ് വ്യൂ അത്യാവശ്യം കൊള്ളാം. ഫ്രണ്ട് ക്യാമറ ഇതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായി സാംസങ്ങിൻ്റെ. അപ്പോൾ നമുക്കിനി അടുത്ത മോഡലിലേക്ക് പോകാം അല്ലേ. അത് നിങ്ങൾ കണ്ട സ്ഥിതിക്ക് നമുക്കിനി കുറച്ച് പോർട്രേറ്റ് ഫോട്ടോസ് നോക്കാം. പോർട്രേറ്റ് ഫോട്ടോസ് ഇവിടെ ഒരു പൂക്കളുണ്ട്. പൂക്കളല്ല, ഒരു ചിലന്തി ഇരിപ്പുണ്ട്. ഈ ഒരു ചിലന്തി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇപ്പോൾ നമുക്ക് ഇതിലൊരു പോർട്രേറ്റ് എടുക്കാം. പോർട്രേറ്റ് ഒരു ഫോട്ടോ എടുത്തു. 3x നമുക്കൊരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കാം. എൻ്റെ മോനെ കിടിലം. പച്ചയൊക്കെ എറിച്ചിരിക്കണം. നമുക്ക് ചരിച്ച് വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കാം. റെഡി കാണിച്ചിട്ടില്ല, എന്നാലും നമുക്കൊരു ഫോട്ടോ എടുക്കാം. അത് കിട്ടുമെന്ന് തോന്നുന്നു. ഹ്യൂമൻ സബ്ജക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് റെഡി കാണിക്കത്തുള്ളൂ. ഇതിപ്പം
റെഡി ഇപ്പോൾ റെഡി കാണിച്ചില്ല, എന്നാലും ഫോക്കസ് കിട്ടിയിട്ടുണ്ട്. ഇതാ ഒരു ഫോട്ടോ എടുത്തു. ഇതാണ് എൻ്റെ മോനെ, എന്തൊരടെ ആ പോർട്രേറ്റ് സെറ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് S22 പ്ലസിലെടുത്തൊരു പോർട്രേറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞത്. കൊള്ളാം, അത്യാവശ്യം നൈസാണ്. നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു പോർട്രേറ്റ് വീഡിയോ കൂടെ എടുത്താലോ? നമുക്ക് പോർട്രേറ്റ് വീഡിയോ കൂടെ മോറിൽ പോയതിനു ശേഷം ആ പോർട്രേറ്റ് വീഡിയോ നമുക്ക് 1x ചെലന്തി എന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാമേ. ഇവിടെ ഫൈൻഡ് എ ഫേസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, സിനിമാറ്റിക് പോലെയല്ല പോർട്രേറ്റ്, ഹ്യൂമൻ ഡിറ്റക്ട് ചെയ്താലേ പോർട്രേറ്റ് അടിപൊളി ആവത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ പോർട്രേറ്റ് വീഡിയോ ആണ്. S22 പ്ലസിൽ റെക്കോർഡ് ചെയ്ത 1x റെക്കോർഡ് ചെയ്ത ഒരു പോർട്രേറ്റ് വീഡിയോ. ഫൈൻഡ് എ ഫേസ് കാണിക്കുന്നുണ്ട് ഗൈസ്. ഫേസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. എന്നാലും പോർട്രേറ്റ് ഫോക്കസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയത്. ഞാൻ ക്ലോസ് പോവുകയാണ്. ക്ലോസ് പോകുമ്പോൾ പോർട്രേറ്റ് ഫോക്കസ് ഔട്ടാവും. നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. മനുഷ്യൻ്റെ വീഡിയോ എടുക്കാനേ പോർട്രേറ്റ് വീഡിയോ ഇത് കൊള്ളാവൂ. എന്നാലും കുഴപ്പമില്ല, വീഡിയോ അത്യാവശ്യം ക്വാളിറ്റിയാണ്. കട്ട് ചെയ്യാം. ഇനി 3x കൂടെ നമുക്ക് എടുക്കാം കേട്ടോ. കട്ട് ചെയ്തു. 3x ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ S22 പ്ലസിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു പോർട്രേറ്റ് 3x വീഡിയോ ആണ്. S22 പ്ലസ് എടുക്കണമെന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾക്ക് പോർട്രേറ്റിലൊക്കെ വീഡിയോ 3x എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം എടുത്താലേ ഉപയോഗമുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് നിങ്ങൾ കണ്ടാൽ മതി. ക്ലോസ് പോണതിനനുസരിച്ച് ഞാനിങ്ങനെ ടാപ്പ് ചെയ്ത് ഫോക്കസ് പിടിക്കുന്നതാണ്. 3x ഇത്ര ക്ലോസ് പോകുന്നുണ്ട്. ഫോക്കസ് ഔട്ട് ആകുമ്പോൾ ഞാൻ ഫോക്കസ് കൊടുക്കുകയാണ് ടാപ്പ് ചെയ്ത്. അത്യാവശ്യം നൈസാണ് കേട്ടോ. കുഴപ്പമില്ലടേ, ക്വാളിറ്റിയൊക്കെ കൊള്ളാം. പക്ക. നമുക്ക് വീഡിയോ റെക്കോർഡിങ് വെക്കാമല്ല. വീഡിയോ ഇപ്പോൾ നമുക്ക് UHD 60 4K 60 ആണ് കിടക്കുന്നത്. 4K 60 നമുക്ക് അൾട്രാ വൈഡിൽ ഇതൊന്ന് റെക്കോർഡ് ചെയ്യാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4K 60 റെക്കോർഡ് ചെയ്യുന്ന അൾട്രാ വൈഡ് വഴി റെക്കോർഡ് ചെയ്യുന്ന S22 പ്ലസിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റിയാണ്. പച്ച കാര്യങ്ങൾ നോക്കിയാൽ മതി. പച്ച ഇറച്ചി നിപ്പുണ്ട് ഗൈസ്. ഇങ്ങനെ ക്ലോസ് പോകുമ്പോൾ അൾട്രാ വൈഡിൽ നിന്ന് ക്ലോസ് പോകുമ്പോൾ ഫോക്കസ് പോകണുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് നോക്കിയാൽ മതി. ഫോക്കസ് അവിടെ പോകുന്നുണ്ട്, അത് കുഴപ്പമില്ല. നമുക്ക് നോൺ പ്രോ സീരീസിലെ ഫോക്കസ് അങ്ങനെ അൾട്രാ വൈഡിൽ ക്ലോസ് പോകുമ്പോൾ മാക്രോ ഫോട്ടോഗ്രാഫിയൊക്കെ ഇത്തിരി ശോകമാണ്, കിട്ടത്തില്ല. അത് നിങ്ങൾ നോക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രോ സീരീസിൽ നിന്ന് നിങ്ങൾ പോണ സമയത്ത് നോക്കിയാൽ മതി. നമുക്ക് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 1x നമുക്ക് 4K ഇത് ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1x 4K 60 FPS റെക്കോർഡ് ചെയ്യണതാണ്. നമുക്ക് ക്ലോസ് പോകുമ്പം ഫോക്കസ് പോകുന്നുണ്ടോ നോക്കാം. ഫോക്കസ് പോകണില്ല. 1 സെക്കൻഡ് കഴിയുമ്പോൾ ഫോക്കസ് പിടിക്കുന്നുണ്ട്. കണ്ടില്ലേ, 1 സെക്കൻഡ് കഴിയുമ്പോൾ ഫോക്കസ് പിടിക്കുന്നുണ്ട്. ഞാൻ ടാപ്പൊന്നും ചെയ്യില്ല, ടച്ചൊന്നും ചെയ്യില്ല. ക്ലോസ് പോകുമ്പോൾ ഇപ്പോഴാണ് ഫോക്കസ് ഔട്ട്. അത്രയും ക്ലോസ് നിൽക്കുന്നുണ്ടാണ്. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ ഫോക്കസ് കിട്ടത്തില്ല. ഈ ഒരു റേഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോക്കസ് കിട്ടത്തുള്ളൂ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ബാക്ക് പോകുമ്പോൾ ഫോക്കസ് ഔട്ട് ആവും, ടാപ്പ് ചെയ്യുമ്പോൾ ഫോക്കസ് കിട്ടും. നമുക്കിനി 1080p 60 ഇടാം. അൾട്രാ വൈഡിൽ നിന്ന് 3x പോകാൻ പറ്റുമോ നോക്കാം. ടാപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്യുമ്പം ഇപ്പോഴ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് അവിടെ റെക്കോർഡ് ചെയ്യുന്നു. അവിടെ നിന്ന് 1x സ്വിച്ച് ചെയ്തു. ക്യാമറ ജർക്കിംഗ് ഉണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സാംസങ്ങിൽ. അതെന്ത് 3x പോകുമ്പോൾ ഒരു ചാട്ടം ഇല്ല. ഓക്കെ, 1x നിന്നും 3x പോയിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ച് അൾട്രാ വൈഡ് വന്നിട്ടുണ്ട്. അൾട്രാ വൈഡിൽ നിന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് സൂം ചെയ്ത് ഏതുവരെ പോകാം, 12x വരെ പോകാൻ പറ്റും. ഇതാണ് 12x 1080p 60 റെക്കോർഡ് ചെയ്യുന്നത്. അവിടെ നമുക്ക് 1x ടാപ്പ് ചെയ്ത് നമുക്ക് 1x വരെ അൾട്രാ വൈഡ് വരാം. ഇതാണ് അൾട്രാ വൈഡ്. 1080p ഒരു സ്മൂത്ത്നെസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ക്ലോസ് പോകുമ്പോൾ ഫോക്കസ് ഔട്ട് ആവുന്നുണ്ടല്ലോ, ഔട്ട് ആവുന്നുണ്ട്. ഇവിടെ ഒരു ചെലന്തി നമുക്ക് 1x 3x 1080p 3x ആണിത്. അവിടെ നിന്ന് നമുക്ക് സൂമിന് കൊടുത്താൽ 12x വരെ ചെലന്തിയിലെ മൂഡ് കാണാം. ബാക്ക് പോവാം. അപ്പോൾ ഇതാണ് ആ ഒരു വീഡിയോ ക്വാളിറ്റി. ഇനി ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി കാണണ്ടേ. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് HD ഉണ്ട്, 1080p 3060 ഉണ്ട്, 4K 3060 ഉണ്ട്. നമുക്ക് 4K 60 ഫസ്റ്റ് നമുക്ക് നോക്കാം. 4K 60 നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നോക്കാം. ഫോൺ അത്യാവശ്യം ചൂടാവുന്നുണ്ട്. മറ്റേ ഐഫോൺ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെക്കാളും ചൂടാവുന്നുണ്ട് കേട്ടോ. നല്ല ഭയങ്കര വെയിലാണ്ടേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ 4K 60 ഫ്രണ്ട് ക്യാമറയിൽ S22 പ്ലസിലാണ്. സൗണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കാണും, എൻ്റെ സൗണ്ട് കാണും. കാര്യങ്ങൾ ഒഴുക്കം നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ട് പച്ച എൻ്റെ ടീഷർട്ടിൻ്റെ കളർ കാര്യങ്ങൾ നോക്കിയാൽ അത് കൊള്ളാം കേട്ടോ ഫ്രെയിം. ഞാനിപ്പോൾ ക്യാമറയിൽ നോക്കുന്നു, ഇപ്പോൾ എൻ്റെ ഫേസിൽ നോക്കുന്നു. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. സൂര്യൻ ഉച്ചിയിൽ ഇങ്ങനെ നിൽക്കുന്നു. കണ്ണുപോയി. ഇതാണ് ആ ഒരു ക്വാളിറ്റി. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് ക്യാമറ ഒന്ന് ബ്ലോഗ് അടിച്ച് കാണിച്ചു തരാം. ഹേ ഗൈസ്, ഈ കാണുന്നതാണ് 4K 60 FPS അൾട്രാ വൈഡിലെ ബാക്ക് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നത്, വ്ളോഗ് ചെയ്യുന്നത്. നേരത്തെ ചെടിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാം, ഫോൺ തിരിച്ചു വെച്ചിട്ട് വ്ളോഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യാനില്ല. നമുക്ക് S23 ഒരു ശകലവും കൂടെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് S22 പ്ലസിൽ ഫീൽ ചെയ്യാനുള്ളൂ. ബാറ്ററി ബാക്കപ്പ് കുറവാണ്, അറിയാമല്ലോ. mAh കുറവായതുകൊണ്ടാണ് ആ വെയിറ്റ് കുറവ് ഫോണിന്. അപ്പം S24 അല്ലെങ്കിൽ S23 പ്ലസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിനേക്കാളും കുറച്ചുകൂടെ വെയിറ്റ് കാണും. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. 99% ഉണ്ടായിരുന്ന ചാർജ് നമ്മൾ തുടങ്ങിയപ്പോഴേ എത്ര ശതമാനം ചാർജ് കാണുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് മറ്റേ കല്ലിങ്ങനെ അടുക്കി വെച്ചുകൊണ്ടുള്ള പരിപാടി പയ്യന്മാർ ചെയ്യാനുണ്ട്. നമുക്ക് അതിൻ്റെ കുറച്ച് ഫോട്ടോസ് കണ്ടാലോ, ഇതിലെടുക്കണം. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇനിയും ഫോട്ടോസ് എടുക്കാം. ഫസ്റ്റ് നമുക്ക് 50 മെഗാ പിക്സലിൽ 1x ഒരു ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. ഇവിടെയൊക്കെ
എങ്ങനെയൊക്കെ ഞാൻ പിടിച്ചൊക്കെ നിൽക്കണേണ്. ഇതാ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടെ ഒഴിച്ചാണ്ട, അത് കൊള്ളാം. ഇതാ ഇങ്ങനെ വെച്ചിട്ട് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഇതാ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു, ഇതാ ഒന്നുകൂടെ എടുത്തു, ഒരു ഫോട്ടോ കൂടെ എടുത്തിട്ടുണ്ട്. ഓടാ മോനെ സെറ്റ്. 12 മെഗാ പിക്സലിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. 12 മെഗാ പിക്സലിൽ ഒരു ഫോട്ടോ എടുക്കാം. ഇതാ 12 മെഗാ പിക്സലിൽ ഇത് അൾട്രാ വൈഡിൻ്റെ ഒരു ഫോട്ടോ, ഇതാ 1x ഒരു ഫോട്ടോ, 3x ഒരു ഫോട്ടോ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. 3x ഫോട്ടോ ഗൈസ്. അപ്പം ഇത്രയൊക്കെയാണ് S22 പ്ലസിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പം 2024 ഇത് എടുക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ് ഈ സാധനം എടുക്കണമെന്ന് പറഞ്ഞാൽ. അപ്ഡേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബാക്കി വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല. വെയിറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും mAh കുറവായിരിക്കുമല്ലോ, ബാറ്ററി കുറവായതുകൊണ്ടാണ് വെയിറ്റ് കുറവ്. ബട്ട് പ്ലസ് സീരീസ് ആയതുകൊണ്ട് ചാർജ് അങ്ങനെ പെട്ടെന്ന് പോകണമെന്നില്ല. 99% നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയത്. 89% ഇപ്പോൾ ചാർജ് ഉണ്ട് ഗൈസ്. 2024 എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. iPhone 13 ഒക്കെ എടുക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ അതിനേക്കാളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും. സെക്കൻഡ്സ് ആണ് കേട്ടോ. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൽ 60 FPS ആ ഒരു ഒഴുക്കം, അത് എന്തുകൊണ്ട് ഞാനത് ഒഴുക്കം ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഐഫോൺ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും ഗൈസ്. ഐഫോൺ യൂസ് ചെയ്യണവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 60 FPS ഒഴുക്കം നിങ്ങൾക്ക് വേറെ ഒരു ഫോണിലും പിടിക്കില്ല. അതാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. വേറൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, പോർട്രേറ്റ് എടുക്കാം. പിന്നെ ഹ്യൂമൻ ഫേസിനെ ആണെങ്കിൽ പോർട്രേറ്റ് വീഡിയോ അത്യാവശ്യം അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഹ്യൂമൻ ഫേസിനൊന്നും കാണിക്കുന്നില്ല. ബാക്കി പ്രോഡക്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇൻസെക്റ്റ് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യാൻ മാത്രമാണ്. ഇപ്പം ഹ്യൂമൻ ഫേസിന് വേണ്ടിയാണ് പോർട്രേറ്റ് വീഡിയോ എടുത്ത് ഇറക്കിയിട്ടുള്ളത്. ബട്ട് അത് വെച്ച് നമുക്ക് വേറെ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാമോ എന്ന് കാണിക്കുന്ന ഒരു വീഡിയോയും കൂടെയാണ് ഗൈസ് അത്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. ഈ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എടുക്കാൻ വേണ്ടി അല്ലേടാ എന്ന് ചോദിക്കുന്നവർക്കും കൂടെ ഉള്ളൊരു മറുപടിയാണത്. നമ്മൾ അതിന് മാത്രമല്ല ഗൈസ് എടുക്കേണ്ടത്, നമുക്ക് എന്തും അതിൽ കൂടെ ചെയ്യാൻ പറ്റണം. ഒരു സ്മാർട്ട് ഫോൺ വഴി നമുക്ക് എന്തും ചെയ്യാൻ പറ്റണം എന്നുള്ളത് കൂടെ കാണിക്കുന്നതും കൂടെയാണ്. അപ്പോൾ 2024 എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ, കൊള്ളാം, സെറ്റ് സാധനമാണ്. അപ്പോൾ കുറേ പേര് മിസ് ചെയ്യും ഗൈസ് S22 വീഡിയോയുടെ പ്ലസ് എവിടെ എന്നൊക്കെ ചോദിക്കുന്നവരെ. ഇനി ആ വീഡിയോയ്ക്ക് എൻ്റെ ബാക്കി വീഡിയോയ്ക്കൊന്നും ആ കമൻറ്റ് വരത്തില്ല. കുഴപ്പമില്ലടേ, നിങ്ങൾ ഫോണൊക്കെ എടുത്ത് അടിപൊളിയായിട്ടൊക്കെ ചില്ലടിച്ചൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തൊക്കെ നടക്കൂ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്, നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. അപ്പം എന്താ, നമ്മളെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ഫീഡിൽ വരും, അത്രേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ കാണണ്ട. സോ സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷമായിരിക്കും, ഉപകാരമായിരിക്കും. അപ്പം ശരിയടേ, അടുത്ത ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. 12 Pro Max അല്ലെങ്കിൽ 12 Proയുടെ വീഡിയോ ഉടനെ വരും ഐഫോൺ. പിന്നെ നമുക്ക് ഈ 11 താഴോട്ടൊന്നും ഞാൻ ചെയ്യാം, അതായത് 10s താഴോട്ടൊന്നും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതെടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ലടേ. പിന്നെ ഒരു ഐഫോൺ കൊണ്ട് നടക്കാമെന്നുള്ളൊരു ഇതുള്ളവരാണ് ഇതൊക്കെ പറയണായിരിക്കും. ചിലപ്പം അത് വാങ്ങിക്കാനുള്ള പൈസയെ കാണുള്ളൂ. ഇപ്പോൾ ആ പൈസയൊന്നും കൊടുത്തത് വാങ്ങിച്ച് ചുമ്മാ കളയേണ്ട ആവശ്യമില്ല, പൈസ ചുമ്മാ കളയേണ്ട ആവശ്യമില്ല എന്നത് കൂടെ കൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത് സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ വേറൊരു പരിപാടിയും കൂടെ നോക്കണുണ്ട്, എ ഡേ വിത്ത് എ സ്മാർട്ട് ഫോൺ. മിക്കവാറും അടുത്ത് ആ ഒരു വീഡിയോ ആയിരിക്കും. ഒരു സ്മാർട്ട് ഫോൺ വെച്ച് നമുക്കൊരു ദിവസം എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു ഡെയിലി ലൈഫിൽ ഒരു സ്മാർട്ട് ഫോൺ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. നമുക്ക് രാവിലെ എണീപ്പിച്ച് പല്ലേപ്പിച്ച് കുളിപ്പിച്ച് ഉടുപ്പൊക്കെ ഇട്ട് നമുക്ക് ഇറക്കാം സ്മാർട്ട് ഫോണിന് എന്തൊക്കെ ചെയ്യിപ്പിക്കാനെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ കൂടെ മിക്കവാറും അടുത്ത വീഡിയോ ചിലപ്പോൾ അതായിരിക്കും ഗൈസ്. നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോഴത്തെ ചൂടിൽ ഒന്നും ചെയ്യാൻ പറ്റൂലേ, കരിഞ്ഞ് ചത്തു. അപ്പം ശരി, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഏതെങ്കിലും ഫോൺ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് ഇസ് ബേണ സൈനിങ് ഓഫ്. പണ്ട് വ്ളോഗൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതിന്